ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റുബേഷ് ടെക് സോൺ. മച്ചന്മാരെ, ഇന്ന് നമ്മുടെ കയ്യിൽ കാണുന്നത് HTCയുടെ ഒരു 3G മൊബൈലാണ്. HTC കുറച്ച് മുമ്പായിട്ട് പുറത്തിറക്കിയ മൊബൈൽ ഫോണാണിത്. കാണാനൊക്കെ നല്ല അടിപൊളി ഡിസൈനാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം സ്റ്റോറേജ്, റാം, ക്യാമറ പവർ, ബാറ്ററി ബാക്കപ്പ് എന്നിങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതല്ല, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മൊബൈൽ ഫോണിനുള്ളിൽ എന്തൊക്കെ വരുന്നെന്നാണ്. കട്ടിലും മേശയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്കറിയാം. എങ്കിലും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നോക്കാൻ പോവുകയാണ്. ഇത് അഴിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് കേടുവന്ന മൊബൈൽ ഫോണാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡിസ്പ്ലേ വർക്ക് ചെയ്യില്ല. എത്ര ഡിസ്പ്ലേ മാറ്റി വെച്ചിട്ടും ഇതിൽ ഡിസ്പ്ലേ ലൈറ്റും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അതാണ് ഇതിൻ്റെ മെയിൻ പ്രോബ്ലം. അതുപോലെ തന്നെ പവർ ബട്ടണും കേടാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ കവറും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ഈ ഒരു ബാക്ക് കവർ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബാറ്ററി ഇടുന്ന ഒരു സംഭവമാണ് കാണാൻ സാധിക്കുക. അല്ലാതെ പിന്നെ ഗായ്സ് ഇവിടെ ഡിസ്പ്ലേ കാണില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോ പൊട്ടത്തരൊക്കെ പറയാം, അപ്പോൾ നിങ്ങളതൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ ഇവിടെ ആയിട്ട് ക്യാമറ വരുന്നുണ്ട്, ഇവിടെ മെമ്മറി കാർഡ്, അതുപോലെ ഇതിൻ്റെ സിം കാർഡ് വരുന്നത് ഇതിനടിയിലായിട്ട്. എൻ്റെ പൊന്നു, ഇതിലൊരു സിം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ഈ സിം കാർഡ് അറിയില്ല. അപ്പോൾ ഈ സിം കാർഡ് നമുക്ക് ഏതായാലും മാറ്റി വയ്ക്കാം. ആദ്യമായിട്ട് ഞാൻ ഈ ഒരു സംഭവമൊക്കെ ഒന്ന് റിമൂവ് ചെയ്യട്ടെ. ഇതൊന്നും വലിച്ച് പറിച്ചിട്ട് കിട്ടുന്നില്ല. ഇനി ഇതൊക്കെ അടിച്ച് പൊട്ടിക്കേണ്ടിയിരുന്ന തോന്നണത്. എന്താ ഗൈസ് കിട്ടാത്ത? അയ്യോ, പേടിച്ചാ ഗൈസ്? ഞാൻ എന്തായാലും പേടിച്ചിട്ടാ. ഞാൻ അതൊക്കെ പൊട്ടിയെന്ന് കരുതി, മൊത്തത്തിൽ പൊട്ടിയെന്ന് കരുതി. കാണാനൊരു ഭംഗിക്കാനും വെക്കായിരുന്നു. അപ്പോൾ പൊട്ടിയിട്ടൊന്നുമില്ല, സംഭവം കിട്ടിയിട്ടുണ്ട്. ഇതൊന്നൊന്ന് പോരുന്നില്ല ഗൈസ്. ഇതൊക്കെ ആരെ ഒട്ടിച്ചോ? സ്ക്രൂ കാര്യങ്ങളൊന്നും ഇല്ല. അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ഏതായാലും നമുക്ക് ഈ സിം എടുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അവിടെ ഉണ്ട് കേട്ടോ, അവിടെ നിന്നിട്ട്. ഈ ഒരു സംഭവത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഈ ഒരു സ്പീക്കർ മാത്രമേ വരുന്നുള്ളൂ. ബാക്കി കണക്ഷനും കാര്യങ്ങളൊന്നും ഇതുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മദർ ബോർഡായിട്ടുള്ളതിൻ്റെ മെയിൻ ബോർഡ് നമുക്ക് നോക്കാം. മദർ ബോർഡ് നോക്കാൻ നിന്നപ്പോഴാണ് ഈ ഒരു ചെറിയൊരു ബോർഡ് എൻ്റെ കയ്യിൽ തട്ടിയത്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കിയിട്ട് ഇനി മറ്റ് നോക്കാനുള്ളൂ. ഇവിടെയാണ് സ്പീക്കർ വരുന്നത്. നമ്മൾ സ്പീക്കർ അല്ല, മൈക്ക് കേട്ടോ, മൈക്ക്. നമ്മൾ സംസാരിക്കുന്ന മൈക്ക്, റെക്കോർഡിംഗ് മൈക്കൊക്കെ വരുന്നത് ഇവിടെയാണ്. പിന്നെ ഈ സംഭവങ്ങളുടെ ലൈറ്റ്, ഇത് വെള്ള ലൈറ്റാണ് തോന്നുന്നുണ്ട് കത്തുന്നത്. ഈ ഒരു ഇവിടെ കാണുന്ന ഈ ഒരു ചെറിയ 3 LED ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിലൂടെയാണ്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. ഇതിൻ്റെ ഈ ഒരു കണക്ഷൻ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും വേണ്ട, ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് ഇതാണ് ഗൈസ് ഇതിൻ്റെ മെയിൻ ബോർഡ് എന്ന് പറയുന്നത്. എൻ്റെ പൊന്നോ, ഇതൊക്കെ ഉണ്ടാക്കിയവനെ സമ്മതിക്കണം കേട്ടോ. ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ എല്ലാ കണക്ഷനും കാര്യങ്ങളും ഈ ഒരു ചെറിയ ബോർഡിൽ തന്നെയാണ് വരുന്നത്. മദർ ബോർഡൊക്കെ കുറച്ച് നേരമായി വലിച്ച് പറിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഇത് കിട്ടുന്നില്ല കേട്ടോ. എവിടെയൊക്കെ എന്തൊക്കെ തകരാറുണ്ട് ഗൈസ്. ഇവിടെയൊക്കെ കുറേ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് ഇത് എടുത്തിട്ടേ ബാക്കി പരിപാടിയുള്ളൂ കേട്ടോ. ഗൈസ്, ഇത് കിട്ടി. ഇവിടെ ചെറിയൊരു ക്ലിപ്പായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇനി നമ്മൾ ഈ ഒരു മോട്ടോർ റിമൂവ് ചെയ്യണം. നമ്മുടെ വൈബ്രേറ്റിംഗ് മോട്ടറാണ് ഇത് വരുന്നത്. വൈബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വൈബ്രേറ്റ് എന്താണ് മനസ്സിലായില്ലേ? നമ്മുടെ ഈ ഒരു 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 അത് അത് അതന്നെ അത്. അപ്പോൾ അത് അതൊന്നല്ല അത്. എന്താ ഗൈസ്, ഇത് അതിൻ്റെ സംസ്ഥാന സമ്മേളനമോ? ഇനി നമ്മൾ ഈ ഒരു സംഭവമാണ് റിമൂവ് ചെയ്യാൻ പോകുന്നത്. ഇത് ഈ ഒരു മദർ ബോർഡിൽ നിന്ന് ഡിസ്പ്ലേയിലേക്കുള്ള കണക്ഷനാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വൈറ്റ് കളറിലുള്ള സംഭവം മുകളിലേക്കൊന്ന് പൊക്കി കൊടുത്താൽ നൈസായിട്ട് ഊരിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എത്ര വലിച്ചെടുത്താലും ഇത് കിട്ടില്ല. ഇനി ഇവിടെയും കൂടി ഒരു സംഭവം വരുന്നുണ്ട്. ഏതായാലും ഇവിടെ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ പിന്നെ അതൊന്നും വേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലെ ഫുൾ സംഭവങ്ങളും ഈ ഒരു സംഭവത്തിനകത്താണ് വരിക. നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ്, വീഡിയോസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുടെ അവസരത്തിൽ ഞാനൊരു കാര്യം കൂടെ പറയുകയാണ്. നമ്മൾ എന്തെങ്കിലും മൊബൈലും കാര്യങ്ങളൊക്കെ ശരിയാക്കാനായിട്ട് കടയിൽ കൊടുക്കുന്ന ടൈം അത് ഫുൾ ക്ലിയർ ചെയ്തിട്ട് ഫാക്ടറി റീസെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ കടയിൽ ശരിയാക്കാനായിട്ട് കൊടുക്കുക. ഇവിടെയായിട്ടാണ് ക്യാമറയുടെ കണക്ഷൻ വരുന്നത്. ഈ ഒരു ക്യാമറ ഊരി എടുത്തിട്ട് നമുക്ക് സ്പൈ ക്യാമറയൊക്കെ ആക്കാനായിട്ട് സാധിക്കും. അത് എങ്ങനെയൊക്കെയെന്ന് കുറേ പരിപാടിയൊക്കെ ഉണ്ട്, ഇപ്പോൾ നടക്കില്ല. പിന്നീട് ഇവിടെ കാണുന്ന വോളിയം ബട്ടണാണ്. ഇനി പവർ ബട്ടൺ മുകളിലായിട്ട് വരുന്നുണ്ട്. ആ പവർ ബട്ടൺ ഇവിടെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓല പോലുള്ള സംഭവം മാത്രമേ കാണാനുള്ളൂ. പിന്നീട് ഡിസ്പ്ലേ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇത് തന്നെയാണ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇതിൻ്റെ മുഴുവനായിട്ട് ഇവിടെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു മൊബൈൽ ഫോണിൽ ഉള്ളത് എന്തൊക്കെയാണെന്ന് കണ്ട് മനസ്സിലാക്കി. ഇനി ഗായ്സ്, ഏതായാലും ഞാൻ ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. സമയമില്ലാത്തത് കൊണ്ടല്ല. ഇനി ഈ സംഭവങ്ങളെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് വെക്കണ്ടേ? അതിന് ടൈം കിട്ടണ്ടേ? ഇത് ഞാൻ എങ്ങനെ ശരിയാക്കോ എന്തോ. അപ്പോൾ
നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്താണ് ഇവൻ ഇത് വലിച്ചു പറിക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. ഞാൻ ഇത് കൂടെ ഒന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള സംഭവം കൂടെ ഒന്ന് കാണിച്ചു തരാമായിരുന്നു എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇത് കിട്ടുന്നില്ല ഗായ്സ്. അപ്പോൾ ഏതായാലും നമ്മൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. എൻ്റെ മോൻ എൻ്റെ കയ്യൻ്റെ നഖമൊക്കെ ആകെ ഏടുന്നു തോന്നുന്നു കേട്ടോ. നമ്മുടെ വീഡിയോ